നമസ്കാരം. ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏറെ വിശേഷതയുള്ളത്, ഒരേ സമയത്ത് തീപ്പൊരി വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന സെക്രട്ടറിയായി വേണ്ടത്ര പ്രാധാന്യം കൊടുത്തു എന്നുള്ളത് സമയത്ത്, അതേ സമയത്ത് മെഡിക്കൽ കോഴ വിവാദ തട്ടിപ്പുകാരൻ എം.ടി. രമേശിനെ മറ്റൊരു ജനറൽ സെക്രട്ടറിയായി നിയമിച്ചു എന്നാണ്. അതായത് ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി എന്ന് പറയുന്ന ഒരു മസാല കമ്മിറ്റിയാണെന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെടുകയാണ്. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഷോൺ ജോർജിനെ സംസ്ഥാന സെക്രട്ടറിയായി നിയമിക്കുമെന്നായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ വൈസ് പ്രസിഡൻ്റാക്കി മാറ്റി ശരിക്കും അപമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ബി.ജെ.പിക്ക് പേരും പ്രശസ്തിയും ഉണ്ടാക്കി കൊടുത്തത് ശരിക്കും നിയമപരമായി പോരാട്ടത്തിലൂടെ കേരളത്തിൽ ബി.ജെ.പിയിലേക്ക് ക്രിസ്ത്യൻ വിഭാഗത്തെ അടുപ്പിച്ച നേതാവായിരുന്നു ഷോൺ ജോർജ്. എന്നാൽ അതേപോലെ പിണറായി വിജയനെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടുക്കും പേരും പ്രശസ്തിയും ഉണ്ടാക്കിയ ഒരാളാണ് ഷോൺ ജോർജ്. ആക്ച്വലി ശോഭാ സുരേന്ദ്രനും ഷോൺ ജോർജും സംസ്ഥാന സെക്രട്ടറിമാരായി വരേണ്ടതായിരുന്നു. എന്നാൽ ഒരു കള്ളനെ കൊണ്ടുവന്ന് മറുഭാഗത്ത് തീപ്പൊരി വനിതാ നേതാവ് എന്ന് പറഞ്ഞാൽ അവർ കഴിഞ്ഞ കുറേ കാലമായി പോരാട്ടം നടത്തുന്നു. പിണറായി വിജയനെ യാതൊരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ ശക്തമായ പോരാട്ടം നടത്തി ജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ചും പാർട്ടിക്കിടയിൽ ഏറ്റവും പേരും പ്രശസ്തിയും ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. വോട്ട് ബാങ്കാണ് ശോഭാ സുരേന്ദ്രൻ. അങ്ങനെ ഒരാളെ സംസ്ഥാന സെക്രട്ടറി ആക്കിയതോടെ ബി.ജെ.പിക്ക് വലിയ തോതിലുള്ള പേരുണ്ടായെങ്കിലും ശക്തമായ സപ്പോർട്ട് ഉണ്ടായെങ്കിലും ആ മറുഭാഗത്ത് മെഡിക്കൽ കോഴ വിവാദത്തിലൂടെ ബി.ജെ.പിയുടെ സകല പേരും നശിപ്പിച്ച എം.ടി. രമേശിനെ സംസ്ഥാന സെക്രട്ടറി ആക്കിയതോടെ ബി.ജെ.പിക്ക് എല്ലാ തരത്തിലുള്ള കറയും വന്നു എന്നുള്ളതാണ്. എന്നാൽ ഷോൺ ജോർജിനെ വൈസ് പ്രസിഡൻ്റാക്കി മാറ്റിയിരിക്കുകയാണ്. ആ വൈസ് പ്രസിഡൻ്റാക്കി മാറ്റിയതിലൂടെ അദ്ദേഹത്തെ തരം താഴ്ത്തിയിരിക്കുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്നത് എന്താണ്? വി മുരളീധരനും കെ സുരേന്ദ്രനും പിണറായി വിജയന് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ആൾക്കാരായിരുന്നു. അദ്ദേഹം നടത്തുന്ന തട്ടിപ്പുകൾക്കെല്ലാം മറ ഉണ്ടാക്കി സംരക്ഷിക്കുകയായിരുന്നു. നമുക്കറിയാം ലാവ്ലിൻ കേസ് 8 വർഷമായി സുപ്രീം കോടതിയിൽ കിടന്ന് കളിക്കുകയാണ്. എന്നോ പിണറായി വിജയൻ അകത്താവേണ്ട കേസാണ്. ഇതേപോലെ തന്നെയാണ് ഡോളർ കടത്ത് കേസ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ്, അവസാനം മാസപ്പടി വിവാദം, ശോഭാ സുരേന്ദ്രൻ തന്നെ കൊണ്ടുവന്ന AI ക്യാമറ വിവാദം. അങ്ങനെ നീണ്ട അഴിമതിയുടെ കറ പുരണ്ട പിണറായി വിജയനെ സംരക്ഷിച്ചു നിർത്തി കച്ചവടമാക്കി സാധാരണ ബി.ജെ.പി. പ്രവർത്തകരുടെ മനോവീര്യം തകർത്ത് കേരളത്തിൽ ഞങ്ങൾക്ക് ഇവിടെ ഭരണം വേണ്ട, സീറ്റ് വേണ്ട എന്ന രൂപത്തിൽ പ്രവർത്തിച്ച ആൾക്കാരാണ് സുരേന്ദ്രനും വി മുരളീധരനും. അവരുണ്ടാക്കിയ സമ്പാദ്യങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോകും. കെ സുരേന്ദ്രന് കർണാടകയിൽ മാത്രം 5 ബാറുകളുണ്ടെന്നാണ് ബി.ജെ.പി. നേതാക്കന്മാർ തന്നെ പറയുന്നത്. എന്തിനാ? അദ്ദേഹത്തിന് യൂസഫ് അലിയുമായുള്ള ധാരണയുണ്ട്. കഴിഞ്ഞ ഇലക്ഷനിൽ വന്ന 400 കോടിയിൽ ഏകദേശം 300 കോടിയോളം തട്ടിയെടുത്ത് അത് സുരക്ഷിതമാക്കി എന്നുള്ള ആരോപണവുമുണ്ട്. അതിന് മുമ്പത്തെ നേതാവായ നമ്മുടെ വി മുരളീധരനാകട്ടെ 200 കോടിയാണ് 2016 ഇലക്ഷൻ ഇവിടെ വന്നിരുന്നെങ്കിൽ അതിൽ 160 കോടിയും അടിച്ചെടുത്ത് വിദേശത്ത് എത്തിച്ചു എന്നാണ്. അതല്ലാതെയുള്ള പിണറായി വിജയൻ്റെ എല്ലാ കച്ചവടങ്ങളിലും ഇവർക്ക് രണ്ടുപേർക്കും ഷെയർ കൊടുത്തു എന്നുള്ള ആരോപണമുണ്ട്. വോട്ട് പിണറായി വിജയന് CPM-ന് അനുകൂലമായി ചെയ്യിക്കുക, കോൺഗ്രസ് മുക്ത ഭാരതമാണെന്ന് പറയിക്കുക, എന്നിട്ട് ബി.ജെ.പി. പ്രവർത്തകരെ മൊത്തത്തിൽ കച്ചവട ചരക്കുകളാക്കി മാറ്റുക എന്നുള്ള രീതി മാത്രമാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അങ്ങനെ കേരളത്തിൽ ബി.ജെ.പി. വോട്ട് എന്ന് പറയുന്നത് കച്ചവടത്തിനുള്ളതാണ് എന്ന് കൃത്യമായി മെസ്സേജ് കൊടുത്ത നേതാക്കന്മാരാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും. എന്നാൽ നമുക്കറിയാം, ഇന്ത്യ മുഴുവൻ തിളങ്ങി നിന്ന് ഇന്ത്യ മുഴുവൻ എല്ലാ സംസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പ്രവർത്തന ഫലമായി ഭരണത്തിൽ വന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് വന്നു. കർണാടകയിലൊക്കെ ഭരണത്തിൽ വന്നു, പിന്നെ പ്രതിപക്ഷത്ത് വന്നു. അപ്പോഴും ശക്തമായി പ്രതിപക്ഷം അവരവിടെ ബി.ജെ.പിക്ക് ഉണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും പരിശോധിക്കുമ്പോൾ തമിഴ്നാട്ടിലും കേരളവും മാത്രമാണ് ബി.ജെ.പിക്ക് ബലികാറാമലയായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളമാണ്. കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയനെയും അതേപോലെയുള്ള പിണറായി വിജയൻ്റെ മക്കളെയും ഭാര്യയെയും അതേപോലെ മറ്റു CPM നേതാക്കന്മാരെയും പിടിച്ചകത്താക്കാൻ ആവശ്യത്തിലധികം രാജ്യദ്രോഹ കുറ്റത്തിനും അഴിമതിയുടെയും ഞെട്ടിക്കുന്ന തെളിവുകൾ കൈവശമുണ്ടായിട്ടും കള്ളക്കടത്തിൻ്റെ തെളിവുകൾ ഉണ്ടായിട്ടും
കോൺഗ്രസ് മുക്ത ഭാരതം എന്ന പേരിൽ ഇവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ നേതാക്കന്മാർ. അങ്ങനെ കേരളത്തിൽ BJP വളരരുത്, കുഴിയാനെ പോലെ പിന്നോട്ടടിച്ചു പോയിരിക്കണം എന്നുള്ള സമയത്താണ് രാജീവ് ചന്ദ്രശേഖർ വന്നത്. രാജീവ് ചന്ദ്രശേഖർ വന്ന് ഈ കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് അദ്ദേഹം അടിത്തറയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ഈ നേരത്തെ തന്നെ ജില്ലാ ഭാരവാഹികളെ നിശ്ചയിച്ചുള്ളത് സുരേന്ദ്രനെയും വി മുരളീധരനെയും കൃഷ്ണദാസ് പക്ഷത്തിൻ്റെ ആൾക്കാരാണ്. ആ ആളുകൾ രാജീവ് ചന്ദ്രശേഖരനെ ഒരു തരത്തിലും വളർത്താൻ സഹായിക്കില്ല. രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്റ്റൈലൊന്നും ഇവിടെ നടക്കില്ല. രാജീവ് ചന്ദ്രശേഖർ ഇവിടെ നേതാവായി വരണ്ട, ഞങ്ങളെ ഭരിക്കാൻ വരണ്ട, അതിൻ്റെ തിരിച്ചടിയാണ് ഞങ്ങൾ നിലമ്പൂരിൽ നൽകുന്നത് എന്ന് തെളിയിച്ചുള്ളതാണ്. നമുക്കറിയാം നിലമ്പൂരിലെ BJP പ്രസിഡന്റ്, അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് K. സുരേന്ദ്രൻ്റെ ആളാണ്. ഈ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ വെറും 8,800 വോട്ട് മാത്രമാണ് ഇത്തവണ കിട്ടിയിട്ടുള്ളത്. ശരിക്കും 17,000 വോട്ടുള്ള സ്ഥലമാണ് നിലമ്പൂർ. 12,000-ഓളം വോട്ട് ഉറച്ച വോട്ടുണ്ട്. ബാക്കി 4,000 വോട്ട് CPM-ന് മറച്ചു കൊടുത്തു എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. എങ്ങനെയെങ്കിലും സ്വരാജിനെ വിജയിപ്പിക്കാനാണ് BJP-യുടെ ഒരു 4,000-5,000 വോട്ട് ചെലവഴിച്ചുള്ളത്. അങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ വന്ന ശേഷം BJP-ക്ക് വളർച്ചയില്ല, തളർച്ചയാണ്. ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ആളെ നിർത്തിയാലും അവിടെ തകരും എന്നുള്ള മെസ്സേജാണ് കൃത്യമായി കൊടുത്തത്. ആ ഷോൺ ജോർജ് അവിടെ പോയി എല്ലാ തരത്തിലും ക്രിസ്ത്യൻ മേഖലയുടെ വോട്ട് പിടിച്ചത് കൊണ്ടാണ് 8,800 വോട്ട് എന്ന കഴിഞ്ഞ തവണ 2021 കിട്ടിയ വോട്ട് നിലനിർത്താൻ കഴിഞ്ഞത്. എന്തായാലും ഇന്ന് മാരാർ ഭവനം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. 11 മണിക്ക് ഉദ്ഘാടനം നടക്കും. അതോടൊപ്പം പൊതുസമ്മേളനം നടക്കുന്നുണ്ട്. ഓരോ വാർഡുകളിൽ നിന്നും 5 പേർ വീതം 4 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന മീറ്റിങ്ങും കൂടാതെ 1.5 ലക്ഷം ആളുകൾ വെർച്വലായിട്ടുള്ള മീറ്റിങ്ങുമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അമിത്ഷായാണ് ഈ ഉദ്ഘാടനം നടത്തുന്നത്. എന്തായാലും വലിയൊരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് വന്നിരിക്കുന്നു. കേരളത്തിൽ ഭരണം പിടിച്ചെടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ മുഖ്യമന്ത്രിക്കുള്ള ഒരു ഓഫീസും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭാവിയിൽ മുഖ്യമന്ത്രിയായി വരുന്ന ആൾക്ക് പ്രത്യേകമായൊരു ഓഫീസ് പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഓഫീസിൻ്റെ പ്രത്യേകത. എന്തായാലും സംസ്ഥാന ഭാരവാഹികളായി വരുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ന് ഏറ്റവും രസകരമായ കാര്യം കവിയൂർ കേസിലെ തട്ടിപ്പുകാരിയെയും ഇതിൽ വൈസ് പ്രസിഡന്റ് ആക്കി എന്നുള്ളതാണ്. അത് ആരാണെന്ന് അറിയാമോ? R. ശ്രീലേഖയാണ്. എന്താണ് തട്ടിപ്പുകാരി എന്ന് പറയാൻ കാരണം, അവരായിരുന്നു അന്ന് അന്വേഷണ ചുമതലയുള്ളത്. ആ സമയത്താണ് ഈ കവിയൂരിലെ മരണപ്പെട്ട 5 കുടുംബാംഗങ്ങളിൽ അനഘ എന്ന് പറയുന്ന സുന്ദരിയും നർത്തകിയുമായ നാരായണ നമ്പൂതിരിയുടെ മകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ രഹസ്യഭാഗത്ത് സ്പേം ആൻഡ് സ്പെർമറ്റോസോവയുണ്ട്. ആ സ്പേം ആൻഡ് സ്പെർമറ്റോസോവ എന്ന് പറയുന്നത് മരിക്കുന്നതിന് മുമ്പ് നടന്ന ബലാത്സംഗമാണ്. ആ ബലാത്സംഗത്തിലെ ഏറ്റവും ശക്തമായ തെളിവായ ഈ മെറ്റീരിയൽ, അതായത് ശുക്ലവും ശുക്ലസ്രാവവും കൃത്യമായി പരിശോധനയ്ക്ക് DNA ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ആരാണ് ആ കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കണ്ടുപിടിക്കാമായിരുന്നു. എന്നാൽ ശ്രീലേഖ അതിന് തയ്യാറായില്ല. ഈ തെളിവ് നശിപ്പിക്കുകയായിരുന്നു. അതിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെയും MA ബേബിയുടെയും അതേപോലെ അവരുടെ 2 മക്കളുടെയും ഒരു പോലീസ് ഓഫീസറെ ഗോപിനാഥിനെയും എല്ലാം പേരുള്ള കത്ത് കിട്ടിയിട്ട് പോലും അത് പൂഴ്ത്തിവെപ്പിച്ചു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. ജസ്റ്റിസ് ബസന്തിന് വന്ന കത്ത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥയായ ഈ പറയുന്ന ശ്രീലേഖയ്ക്ക് വരിക, DIG ആയിരുന്ന ശ്രീലേഖയ്ക്ക് വരികയും അതിൻ്റെ കോപ്പി എനിക്കും അതേപോലെ സാവിക്കും കിട്ടുകയുണ്ടായി. അത് പ്രസിദ്ധീകരിച്ച ശേഷം അത് സത്യമാണെന്ന് പറഞ്ഞുള്ള ഒരാളാണ് ഈ ശ്രീലേഖ. എന്നാൽ പിന്നീട് മൊഴി കൊടുത്തപ്പോൾ ഈ കത്ത് കവയൂർ കേസിലേതല്ല കിളിരൂർ കേസിൻ്റേതാണെന്ന് പറഞ്ഞിട്ട് കോടിയേരി ബാലകൃഷ്ണനെയും MA ബേബിയെയും അതേപോലെ CPM നേതാക്കന്മാരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി കള്ളമൊഴി കൊടുത്തിട്ടുള്ള ഒരാളാണ് ഈ ശ്രീലേഖ വലിയ തോതിൽ മാനിയാണെന്ന് തെളിയിക്കുന്ന രൂപത്തിൽ പല പ്രസ്താവനകളും നടത്തുന്നുണ്ടെങ്കിലും ഇതിലപ്പുറം വലിയ കൊടിയ ചതി ഒരാളോടും കാണിക്കാൻ പാടില്ലാത്തതാണ്. യഥാർത്ഥത്തിൽ ബലാത്സംഗം ചെയ്ത കവിയൂർ കേസിലെ അനഘയെ ബലാത്സംഗം ചെയ്ത ക്രൂരരായ CPM നേതാക്കന്മാരെക്കാൾ ഭീകരയാണ്, തട്ടിപ്പുകാരിയാണ് ശ്രീലേഖ എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ഞാൻ അവരുമായി സംസാരിച്ചിട്ടുള്ളതാണ്. അവർ കാണിച്ചുള്ള ഇത്തരം കാര്യങ്ങൾ എൻ്റെ കൈവശം തെളിവുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് അന്ന് DNA ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിൽ ഈ കൃത്യമായി തെളിവ് ആരാണ് ബലാത്സംഗം ചെയ്ത് കണ്ടുപിടിക്കാമായിരുന്നു. അത് അന്വേഷണത്തിൽ തെളിയിക്കാമായിരുന്നു. 5 അംഗ കുടുംബം നാരായണ നമ്പൂതിരിയെ പോലെ പൂജാരിയായ BJP ശരിക്കും സമരം ഏറ്റെടുക്കേണ്ട ആ കാര്യത്തിൽ അട്ടിമറിക്കപ്പെട്ടു.
കാരണം എല്ലാം പണം മേടിച്ച് ഒതുക്കി എന്നുള്ളതാണ് സത്യം. DIG ശ്രീലയ്ക്ക് 10 കോടി രൂപ കൊടുത്തു എന്നുള്ള ആരോപണമാണ് എൻ്റെ കൈവശം വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ശ്രീലേഖയാണ് ഇതിൽ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി പറയുന്നത് നാണക്കേടാണ്. ഇത് അവരുടെ എന്തായാലും സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളുടെ പേരൊന്ന് വായിക്കാം. 4 ജനറൽ സെക്രട്ടറിമാരും 10 വൈസ് പ്രസിഡന്റുമാരും ഉൾപ്പെടെ BJP സംസ്ഥാന ഭാരവാഹികളാണുള്ളത്. അതിൽ MT രമേശാണ് കോഴിക്കോട്, ശോഭാ സുരേന്ദ്രനാണ് തൃശ്ശൂർ, അഡ്വക്കേറ്റ് S സുരേഷ് തിരുവനന്തപുരം, അനൂപ് ആന്റണി ജോസഫ് പത്തനംതിട്ട എന്നിവരെയാണ് സംസ്ഥാന സെക്രട്ടറിമാരാക്കി വെച്ചിരിക്കുന്നത്. വൈസ് പ്രസിഡന്റുമാരായിട്ട് ഡോക്ടർ KS രാധാകൃഷ്ണൻ, C സദാനന്ദ മാസ്റ്റർ കണ്ണൂർ, അഡ്വക്കേറ്റ് P സുധീർ, C കൃഷ്ണകുമാർ പാലക്കാട്, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ തൃശ്ശൂർ, ഡോക്ടർ അബ്ദുൾ സലാം തിരുവനന്തപുരം, R ശ്രീലക IPS തിരുവനന്തപുരം, K സോമൻ ആലപ്പുഴ, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, അഡ്വക്കേറ്റ് ഷോൺ ജോർജ് എന്നിവരെയും സെക്രട്ടറിമാരായി അശോകൻ കുളനട പത്തനംതിട്ട, K രഞ്ജിത്ത് കണ്ണൂർ, രേണു സുരേഷ് എറണാകുളം, അഡ്വക്കേറ്റ് VV രാജേഷ് തിരുവനന്തപുരം, അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ആലപ്പുഴ, ജിജി ജോസഫ് എറണാകുളം, MV ഗോപകുമാർ ആലപ്പുഴ, പൂന്തുറ ശ്രീകുമാർ തിരുവനന്തപുരം, P ശ്യാംരാജ് ഇടുക്കി, MP അഞ്ജന രഞ്ജിത്ത് തിരുവനന്തപുരം എന്നിവരെ കൂടിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് E കൃഷ്ണദാസാണ് പാലക്കാട് ട്രഷററായിട്ടുള്ളത്. ഓഫീസ് സെക്രട്ടറിയായി ജയരാജ് കൈമൾ, അതേപോലെ സോഷ്യൽ മീഡിയ കൺവീനറായി അഭിജിത്ത് R നായർ, മുഖ്യ വക്താവ് TP ജയചന്ദ്രൻ മാസ്റ്റർ കോഴിക്കോട്, മീഡിയ കൺവീനർ സന്ദീപ് സോമനാഥ് കോട്ടയം, സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് VK സജീവൻ കോഴിക്കോട്, മേഖലാധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, V ഉണ്ണികൃഷ്ണൻ പാലക്കാട്, A നാഗേഷ് എറണാകുളം, N ഹരി ആലപ്പുഴ, BB ഗോപകുമാർ തിരുവനന്തപുരം തുടങ്ങിയവരെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ KVS ഹരിദാസ് എറണാകുളം, അഡ്വക്കേറ്റ് TP സിന്ധുമോൾ എറണാകുളം, അഡ്വക്കേറ്റ് PP ശ്രീപത്മനാഭൻ കോഴിക്കോട്, PR ശിവശങ്കരൻ എറണാകുളം, പാലോട് സന്തോഷ് തിരുവനന്തപുരം, അഡ്വക്കേറ്റ് S ജയസൂര്യൻ കോട്ടയം, ബിപിൻ C ബാബു ആലപ്പുഴ, ശങ്കുട്ടിദാസ് മലപ്പുറം, റിട്ടയേർഡ് കേണൽ S ഡിന്നി എന്നിവരാണ് സംസ്ഥാന വ്യക്തികൾ. ഇവർ വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. അതായത് ഒരു സമ്മിശ്രമായ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ഇതിൽ കുറേ കള്ളന്മാരുണ്ട്, തട്ടിപ്പുകാരുണ്ട്, തട്ടിപ്പ് നടത്തി വിദഗ്ധരായ ആളുകളുണ്ട്, അതേപോലെ വലിയ പ്രഭാഷണങ്ങൾ നടത്തി ഞങ്ങൾ വലിയ ആൾക്കാരാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ശക്തരായ ചില ആളുകളെ മാത്രമാണ് ഇതിൻ്റെ അകത്ത് പ്രയോജനമുള്ള ആളുകൾ. അവർക്ക് സംഘടനാപരമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ്. അതിൽ ശോഭാ സുരേന്ദ്രനും ഷോൺ ജോർജും എന്തായാലും അതിൽ വന്നത് നന്നായി. ഷോൺ ജോർജിന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കൊടുക്കാതിരുന്നതും തെറ്റായ കീഴ്വഴക്കമായി പോയി. അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായി ക്രിസ്ത്യൻ മേഖലയെ ഇളക്കിക്കൊണ്ടുവരാനുള്ള കഴിവുള്ള PC ജോർജിൻ്റെ മകന് മാത്രമല്ല, അദ്ദേഹം അഴിമതിക്കെതിരെ ശക്തമായി നിരന്തരമായി പോരാട്ടം നടത്തുന്ന ഒരാൾ കൂടിയാണ് ശോഭാ സുരേന്ദ്രനെ പോലെ. ഇവർ രണ്ടുപേരുമാണ് ഇതിൽ ശക്തമായി BJPക്ക് അസറ്റായി മാറുന്നത് എന്ന് പ്രത്യേകം പറയേണ്ടി വരും. എന്തായാലും BJPയുടെ ഈ കഴിഞ്ഞ കാലത്ത് പിണറായി വിജയനെ എങ്ങനെ സംരക്ഷിച്ച് പിണറായി വിജയൻ്റെ കച്ചവടത്തിൽ, അതായത് കള്ളക്കച്ചവടത്തിൽ കമ്മീഷൻ കൈപ്പറ്റുന്ന ആൾക്കാരാണ് കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറി രാജീവ് ചന്ദ്രശേഖർ പിണറായി വിജയനെ അതേപോലെ CPM നേതാക്കന്മാരെ തട്ടിപ്പുകാരെ ജയിലിൽ അകത്താക്കണമെന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് നാളെ അതായത് തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ മികവ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ചോർത്തിക്കൊടുത്ത് അട്ടിമറിക്കാൻ കഴിവുള്ള ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. അതിൽ പ്രമുഖനാണ് MT രമേശ്. ഇത് ക്രൈം തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. മെഡിക്കൽ കോഴ വിവാദത്തിലൂടെ വലിയ തോതിൽ കേരളത്തിലെ BJPക്ക് ചീത്തപ്പേരുണ്ടാക്കിയ ഒരു നേതാവാണ് MT രമേശ്. 5 കോടി രൂപയാണ് പാലക്കാട് മെഡിക്കൽ കോളേജിന് വേണ്ടി, ചെർപ്പുളശ്ശേരി മെഡിക്കൽ കോളേജിന് വേണ്ടി കമ്മീഷൻ കൈപ്പറ്റിയിട്ടുള്ളതെന്ന് AK നസീർ കൃത്യമായി അദ്ദേഹത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളതും എനിക്ക് ക്രൈമിന് ഇൻ്റർവ്യൂ തന്നിട്ടുള്ളതുമാണ്. അങ്ങനെയുള്ള ഒരാളെ ഇതിൽ വെച്ചത് വളരെ മോശമായിപ്പോയി എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇതിലും പ്രഗത്ഭരായ ആളുകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അവരെ കൊണ്ട് നിർത്തേണ്ടതായിരുന്നു. എന്നാൽ മറുപക്കത്ത് നോക്കുമ്പോൾ K സുരേന്ദ്രൻ്റെയും V മുരളീധരൻ്റെയും ആളുകളെ വെട്ടിമാറ്റിയത് ഒരു കണക്കിന് നന്നായി. പക്ഷെ അവർ എത്രമാത്രം അടിത്തട്ടിൽ ശക്തരാണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇവിടുത്തെ പ്രവർത്തന വിജയം എന്ന് പറയേണ്ടി വരും. നന്ദി, നമസ്കാരം.